എന്താ ഷാലു എമ്പുരാനെ കുറിച്ചുള്ള അഭിപ്രായം? എമ്പുരാനെ കുറിച്ച് അഭിപ്രായം പറയുവാണെങ്കിൽ ആക്ച്വലി എമ്പുരാൻ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഡെഫിനറ്റ് ആയിട്ടും ലൂസിഫർ ആണ് ഒരു പടി മുമ്പിൽ നിൽക്കുന്ന സിനിമയായിട്ട് തോന്നിയേക്കുന്നത്. കാരണം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നത് ഒരു മാസായിരുന്നു, നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക അങ്ങനെയായിരുന്നു. പക്ഷെങ്കിൽ എമ്പുരാനിലോട്ട് വരുമ്പം അവർ ഓൾറെഡി പറഞ്ഞായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി അധികം കാണത്തില്ലെന്ന്. പക്ഷെങ്കിൽ തീരെ കുറഞ്ഞു പോയി സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു പ്രസൻസ് എന്ന് എനിക്ക് തോന്നി. കൂടുതലും അബ്രാം ഖുറേഷി ആയിരുന്നു. അത് സത്യത്തിൽ കഥകൾ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് അധികം അബ്രാം ഖുറേഷിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്റ്റീഫൻ നെടുമ്പള്ളിനെയാണ്. കാരണം നമുക്ക് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണല്ലോ കുറച്ചുകൂടെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അബ്രാം ഖുറേഷി ഓക്കെ ആയിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് പേഴ്സണലി അബ്രാം ഖുറേഷി ഓക്കെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഓക്കെയാണ്. പക്ഷെങ്കിൽ ഒരു പടി മുമ്പിൽ സ്റ്റീഫൻ നെടുമ്പള്ളി തന്നെയായിരുന്നു നിന്നത്. പിന്നെ കഥയിൽ എടുത്തു പറയാനാണെങ്കിലും മഞ്ജു വാര്യർ, എന്റെ ദൈവമേ, മഞ്ജു വാര്യരെ കണ്ടാൽ ഞാനൊരു ഉമ്മ കൊടുത്തേനെ. അത്ര കിടിലൻ പെർഫോമൻസ് ആണ് മഞ്ജു വാര്യർ ചെയ്തേക്കണേ. ശരിക്കും ആ കഥ എന്താ പറയുക അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു മഞ്ജു വാര്യർ. ബാക്കി ആരുടെയും നമ്മുടെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു ക്യാരക്ടർ കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു എക്സ്പെക്ട് ചെയ്യാവുന്നതായിരുന്നു. പക്ഷെ മഞ്ജു വാര്യരുടെ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു റൊമാൻറ്റിഫിക്കേഷനാണ് കൊണ്ടുവന്നത്. അമ്മാതിരി ഒരു ക്യാരക്ടറായിരുന്നു മഞ്ജു വാര്യർ. ശരിക്കും ഈ പ്രാവശ്യം പ്രിയദർശിനി രാംദാസ് ആരാണെന്ന് മഞ്ജു വാര്യർ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ടോവിനോയ്ക്കൊക്കെ റോള് ഭയങ്കര കുറഞ്ഞു പോയോ? ടോവിനോ ഒരു എനിക്കങ്ങ് നമുക്കൊരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ രീതിയിലായി പോയോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഇനി ഇതിന്റെ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ കിടിലൻ മേക്കിങ്, നമ്മുടെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മേക്കിങ്. പ്രത്യേകിച്ച് ആദ്യം അവർ ഒരു എന്താ പറയുക ഒരു കലാപം കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ സ്പോയിലർ അലേർട്ട് ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല കേട്ടോ. നിങ്ങൾ പടം കാണാത്തവരാണെങ്കിൽ നിങ്ങൾ വെറുതെ എന്റെ ഈ റിവ്യൂ അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് കഥ മനസ്സിലാകണ്ട. ഇനിയിപ്പോൾ അത് റീ എഡിറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട് വ്യാഴാഴ്ചയ്ക്കുള്ളിൽ. അപ്പൊ അത് കാരണം ഇത് റീ എഡിറ്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഓടിപ്പോയി കണ്ടോ. കാരണം അതിൽ ബജ്റംഗി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്. കാണാത്തവര് ഈ ഇത് കാണണ്ട കേട്ടോ, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ, എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് റിവ്യൂ കേട്ടേച്ചാൽ മതി. ബജ്റംഗി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ റിയൽ ലൈഫിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണെന്നാണ് ചില പാർട്ടിക്കാർ പറയുന്നത്. നമുക്കറിയത്തില്ല നമ്മൾ അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ സിനിമയിൽ ഒരു പാർട്ടിയുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ എല്ലാ പാർട്ടിക്കിട്ടും ഒരു കൊട്ട് കൊടുക്കുന്നുമുണ്ട്. പിന്നെ എന്താ പറഞ്ഞ കോഴി കട്ടവന്റെ തലയിലെ പപ്പുണ്ടാവുള്ളൂ പൂടെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഇത് ഞങ്ങളെ കുറിച്ചാണ്, ഇത് എന്നെ കുറിച്ചാണ്, എന്നെ കുറിച്ച് തന്നെയാണ്, എന്നെ കുറിച്ച് മാത്രമാണെന്ന് പറഞ്ഞ് ചില പാർട്ടിക്കാരൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് റീ എഡിറ്റിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് അവര് റിയൽ ലൈഫിലും ചെയ്തിരിക്കുന്നതാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. പക്ഷേങ്കില് റീ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കാണുവാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിന്റെ അവര് അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ ആ എഴുതിയ ആള് മുരളി ഗോപി ഒക്കെ ഉദ്ദേശിച്ചിരുന്ന എക്സാക്ട്ലി എന്താണോ അത് പ്രേക്ഷകരിലോട്ട് എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ ശരിക്കും പലർക്കും പല അഭിപ്രായമാണ്. എനിക്ക് തോന്നിയിട്ട് എല്ലാരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും നമുക്ക് ജീവിതത്തിൽ നടക്കാൻ പറ്റില്ല. ഇതിപ്പോ മൂന്ന് പാർട്ടിക്കും മൂന്ന് അഭിപ്രായങ്ങള്, അതിൽ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അവർക്ക് പല അഭിപ്രായങ്ങള്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ ശരിക്കും സിനിമേനെ സിനിമയായിട്ട് കാണാനായിട്ട് പഠിക്കുക. അതാണ് ശരിക്കും വേണ്ടത്. നമുക്ക് എന്താ പറയുക ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ സിനിമേനെ സിനിമയായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ പറയും നീ സുഡാപ്പികളെ സപ്പോർട്ട് ചെയ്തു, അല്ലെ നീ സംഘികളെ സപ്പോർട്ട്, അങ്ങനെയൊന്നും അല്ല. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് 10 ടിക്കറ്റ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് എന്റെ കാശിൽ കൊടുത്ത ആളാണ് ഞാൻ മോഹൻലാലിന്റെ ഏറ്റവും വലിയൊരു ഫാനാണ്. ആക്ച്വലി മോഹൻലാൽ എന്ന് വെച്ചാൽ അത്രയ്ക്ക് മോഹൻലാലിന്റെ എല്ലാ സിനിമയും ഫസ്റ്റ് ഷോ കാണണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ജാതി മതം രാഷ്ട്രീയം എന്നിവയെല്ലാം മാറ്റി വെച്ചിട്ട് സിനിമേനെ സിനിമയായിട്ട് കാണണമെന്നുള്ളതാണ് എനിക്കിതിൻ്റെ അത് പറയാനുള്ള മറ്റൊരു കാര്യം.